ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ 25 വേർഷൻ്റെ അവസാനത്തെ മെയിൻ്റനൻസും ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലോട്ടേക്ക് നമ്മുടെ 26 വേർഷൻ വരാൻ പോവുകയാണ്. ഇന്നത്തെ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കാണാം. എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗെയിമിൽ യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പാക്ക് കൊണാമി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് പാക്കായിട്ട് നമ്മുടെ പോർച്ചുഗലിൻ്റെ ഈ ഒരു പാക്കും ഗെയിമിൽ കാണാൻ സാധിക്കും. സോ നമ്മളിന്നത്തെ വീഡിയോയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പാക്കുകൾ ഓപ്പൺ ചെയ്യണോ അല്ല നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് നമ്മുടെ കോയിൻ സേവ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു പാക്കിൽ യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെയിലിൻ്റെ കാർഡും അതുപോലെ തന്നെ നമ്മുടെ ഷെവിൻ്റെ കാർഡ്, കോളിൻ്റെ കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഗെയിമിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള 2 കാർഡുകൾ ഈ ഒരു പാക്കിൽ തന്നെ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. ബെയിലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷെവിൻ്റെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൽ തന്നെ എൻഡായിട്ട് കിടക്കുന്ന 2 കാർഡുകളാണ്. ബെയിലിൻ്റെ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ടൈമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷെവിൻ്റെ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിക്കാണ് വരുന്നത്. പിന്നെ കോളിൻ്റെ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോർവേഡ് തന്നെയാണ്. എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പാക്കിൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത് ഈ 2 കാർഡുകളാണ്. സോ ഈ ഒരു പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്ത് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. പക്ഷെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് ഈ ഫുട്ബോൾ 25 വേർഷൻ എൻഡാവാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഈ വർഷം വന്നേക്കുന്ന അത്യാവശ്യം ടോപ്പായിട്ട് കിടക്കുന്ന CF കാർഡുകളൊക്കെ നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അവസാന സ്റ്റേജിൽ ഈ 2 കാർഡുകളും എനിക്ക് കിട്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം 26 വേർഷനിലോട്ടേക്ക് തീർച്ചയായിട്ടും പുതിയ കാർഡുകൾ വരും. ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഈ കാർഡുകൾ ഔട്ട്ഡേറ്റഡ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അത് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ നോക്കുന്നത്. കാരണം എൻ്റെ അക്കൗണ്ട് ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കിടക്കുന്ന എല്ലാവിധ കാർഡുകളും 25 വേർഷനിലെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അവസാന സ്റ്റേജിൽ ഈ ഒരു കാർഡുകൾ എടുത്തെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഗെയിമിൽ നേടാനില്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ CF പൊസിഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈക്കേഴ്സായിട്ട് ഡീസൻ്റ് ആയിട്ട് കിടക്കുന്ന കാർഡുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഈ ഒരു സാഹചര്യം. തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള പാക്കൊന്നും 25 വേർഷനിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ 26 വേർഷനിലോട്ടേക്ക് എടുത്താൽ പോലും ഒരു പാക്കിൽ തന്നെ ഏത് കാർഡ് കിട്ടിയാലും വർത്തായിട്ട് കിടക്കുന്ന ഒരു പാക്ക് ഗെയിമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വരാൻ ഒരു ചാൻസും ഇല്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ 26 വേർഷൻ്റെ അവസാന കാലഘട്ടത്തിൽ മാത്രമേ ഇതുപോലുള്ള പാക്കുകളൊക്കെ കൊണാമി കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു 150 പ്ലേയേഴ്സുള്ള ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മുടെ ടാർഗറ്റ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പാക്കിൽ ഒരു പക്ഷേ ഒരു കാർഡ് മാത്രമായിരിക്കും എൻഡ് കാർഡായിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു കാർഡ് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കോയിൻ വെച്ചിട്ട് കിട്ടണമെന്നില്ല. സോ അവിടെയാണ് ഈ ഒരു പാക്ക് വേറിട്ട് നിൽക്കുന്നത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേർത്തായിട്ട് കിടക്കുന്ന പാക്കാണ്. പക്ഷേങ്കിൽ എല്ലാവർക്കും അല്ല. CF പൊസിഷനിലല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റാക്കിങ്ങിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കാർഡൊന്നും ഇല്ലാത്ത അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1K 2K കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ആരെ കിട്ടിയാലും നഷ്ടമില്ലാത്ത ഒരു പാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോർച്ചുഗലിൻ്റെ ഈ ഒരു പാക്കാണ്. ഈ ഒരു പാക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പാക്കിൽ എന്ന് പറയുന്നത് ആകെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു ബിഗ് ടൈം കാർഡ് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു കാർഡിൻ്റെ പ്രശ്നം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഇയേഴ്സോളം ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഏജ്ഡ് കാർഡിന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു പേസോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസോ കാര്യങ്ങളോ നമുക്ക് ഇൻ ഗെയിമിൽ കിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം, അതായത് 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ ഈ ഒരു കാർഡ് തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണാമി ചേഞ്ച് ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഏജ്ഡ് ആയിട്ടുള്ള കാർഡുകൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഗെയിമിൽ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ 2 പാക്കുകളിൽ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യാത്ത ഒരു പാക്ക് തന്നെയാണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു പാക്ക്. തീർച്ചയായിട്ടും കുറച്ചും കൂടി യങ്ങർ ആയിട്ടുള്ള റൊണാൾഡോയുടെ കാർഡുകളൊക്കെ നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് വരാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ 2 പാക്കുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സ്റ്റിൽ വേർത്ത് തന്നെയാണ്. പക്ഷെങ്കിൽ ഒരു കാരണവശാലും പോർച്ചുഗലിൻ്റെ ഈ ഒരു പാക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതില്ല. ഇനിയിപ്പോൾ മാനേജേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മാനേജേഴ്സ് ഗെയിമിൽ അവൈലബിൾ ആണ്. എന്ത് തന്നെയാലും നിങ്ങൾ ഈ ഒരു പാക്കുകളൊന്നും നിലവിൽ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് മാനേജർ പാക്ക് വരുന്നതാണ്. എന്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒരു 1 വീക്കോളം വെയിറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ നോക്കാനുള്ളത്. തിരിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കോമെൻറ്റ് ചെയ്യാം. ബൈ ഗൈസ്.